എന്റെ മോനെ ഇതിപ്പോ മിസ്സായാലേ ഈ ഒരു വ്യൂ ഞാൻ ശരിക്കും കണ്ടില്ല കേട്ടോ. ഇങ്ങോട്ടൊരു വഴി ഉണ്ടായിരുന്നു, അടിപൊളി. എന്റെ മോനെ വാവ്, ഒന്നും പറയില്ല. ഇത് ഇഷ്ടം വ്യൂ. ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മേഘാലയയിലെ ലാസ്റ്റ് ദിവസമാണ്. ഇന്നൊരു 3-4 സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്ന് താമസിച്ച ഒരു സ്ഥലം ഒരു അടിപൊളി ആംബിയൻസ് ആണ്. അതായത് ഞങ്ങൾ ഇവിടുന്ന് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ആംബിയൻസിലുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച് കാണിച്ചു തരാം. ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇവിടെ ചെറിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വെള്ളം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ചാടാൻ പറ്റിയില്ല. വണ്ടി നമ്മളങ്ങനെ വർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ പോകുന്നത് എടാ എല്ലാം പറഞ്ഞേ ഇതിനെപ്പറ്റി കേക്കട്ടെ. ഏഷ്യയിലെ ക്ലീനസ്റ്റ് റിവറാണിത് ദൗക്കി റിവർ. പക്ഷെ നിലവിൽ ക്ലീൻ കലങ്ങി കിടക്ക. കണ്ടിട്ട് വരാം. ഇപ്പം പോകുന്നത് ദൗക്കി, അതായത് നമ്മുടെ മേഘാലയ എടുക്കുമ്പം തന്നെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം കാണുന്ന ആ ഒരു ഫോട്ടോ ഇല്ലേ, ആ സ്ഥലം കാണാൻ വേണ്ടി നമ്മളിപ്പോൾ പോകുന്നത്. അതിപ്പോൾ കലങ്ങി കിടക്കുകയാണ്. ഇപ്പം 3 ടൈപ്പ് ട്രൈബൽസാണ്, കാസി, ഗാരോ, പിന്നെ ജൈൻലിയാർ. നമ്മൾ ഈ വന്നിരിക്കുന്ന സ്ഥലമാണ് ജൈൻലിയാർ എന്ന് പറഞ്ഞ ട്രൈബൽസിൻ്റെ സ്ഥലമാണിത് കേട്ടോ. അവരുടെ ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. ഇനിയിപ്പം ഇവിടെ നമുക്ക് ഇപ്പം ഈ വെള്ളമെല്ലാം ഇപ്പം ഇങ്ങനെ കലങ്ങി കിടക്കുന്നതുകൊണ്ട് ബോട്ടിംഗ് ഒന്നും നടത്താൻ പറ്റത്തില്ല. പക്ഷേ വെള്ളം ക്ലിയർ ആയിക്കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് കലങ്ങി കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആകാൻ ഒരു 3 ആഴ്ച എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കലങ്ങും. അതുകൊണ്ട് നമുക്കതുകൊണ്ട് ഈ ക്ലിയർ വാട്ടർ കിട്ടണത് ഭയങ്കര പാടാണ്. ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. വെള്ളം കലങ്ങി കിടക്കുന്നത് നമ്മൾ ഇറങ്ങുന്നില്ല. പക്ഷെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വെച്ച് ഇറങ്ങാം കേട്ടോ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് സമയത്ത് മാത്രമാണ് വെള്ളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കലങ്ങി കിടക്കും. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റുള്ളൂ. പക്ഷെ ആ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പല വെള്ളച്ചാട്ടങ്ങളിലും വെള്ളം കാണത്തില്ല. അങ്ങനെയും പ്രശ്നമുണ്ട്. ഓരോ സ്ഥലവും അതനുസരിച്ച് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലൊക്കെ നമുക്ക് പക്കയായിട്ട് കാണാൻ പറ്റുള്ളൂ. അതാണ് മേഘാലയയുടെ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച്. ചിലപ്പോൾ ഫോഗിയൊക്കെ ആണെങ്കിൽ ചില സ്ഥലങ്ങൾ കാണാൻ ഒട്ടും പറ്റില്ല. വീഡിയോ റെക്കോർഡിങ് പ്രോഹിബിറ്റഡ് ആണ്. താഴോട്ടിറങ്ങിയാൽ എടുക്കാൻ പറ്റത്തില്ല, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. കാരണം ബംഗ്ലാദേശികളുടെ ബോർഡർ കൂടെ ഇല്ലേ ഇവിടെ, അതുകൊണ്ട് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സൈഫ് അലി ഖാനെ വെടിവെച്ച ആൾ ഇതിലെങ്ങാണ്ടാണ് വന്നത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തത്, ഞങ്ങൾ അപ്പുറത്തോട്ട് പോകാൻ പറ്റാത്തത്. വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷേ ഇച്ചിരി വെള്ളം ക്ലിയർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ ആ ബോർഡറൊക്കെ ആയതുകൊണ്ട് ഇവിടുന്ന് വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത സ്ഥലത്ത് ബാക്കി കാര്യങ്ങൾ കാണാം. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലാണ്. അവിടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത വാട്ടർഫാളിലേക്ക് പോകുന്നത്. അത്യാവശ്യം ഇവിടെ നല്ല ചെളിയൊക്കെയാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. 2 സൈഡിലും ഇന്ത്യ ബംഗ്ലാദേശ് ആൾക്കാർ തമ്മിലുള്ള ഫോട്ടോ എടുത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ട്രാൻസിരി വാട്ടർഫാളിലേക്കാണ്. പോകുന്ന വഴിയാണ് അത്യാവശ്യം നല്ല വൈബാണ്, നല്ല ഒരു പീസ്ഫുള്ളാണ്. നമുക്കിവിടെ നിന്ന് ഇറങ്ങിയൊക്കെ ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. നല്ല പുൽമേടുകളും ഒക്കെ ആയിട്ട് നല്ല വൈബാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അത്യാവശ്യം അടിപൊളിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ കാരണം നമ്മൾ ഇത്ര ദിവസം ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് തീരുമ്പോഴത്തേക്ക് നമുക്കൊരു സങ്കടവും കാര്യങ്ങളെല്ലാം. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു മേഘാലയ ട്രിപ്പ് ഒരു രക്ഷയില്ലാത്ത ട്രിപ്പാണ്. നമ്മളിപ്പോൾ പോകുന്നത് ക്രാങ്ഷുരി വാട്ടർഫാളിലോട്ടാണ് കേട്ടോ. അത്യാവശ്യം അടിപൊളി ഒരു സ്ഥലമാണ്. ഇതിനെപ്പറ്റി ഭയങ്കര അട്രാക്റ്റീവ് ആണെന്നല്ലാതെ വേറെ ഐതിഹ്യം കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പിള്ളേരെല്ലാം ഇറങ്ങി വരുന്നുണ്ട്.
നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ബ്യൂട്ടി നോക്കാം. ആഷിഖ്, can you say about this waterfall? പറടാ പറ. അപ്പൊ ഇതിനെപ്പറ്റി ഒന്നും നിനക്ക് പറയാനില്ല. ഈ എന്നാ ഒരു ഗൈഡാണ്. അതാണ്. ഓക്കെ, നോക്കാം. ആഷിഖ്, ഞാൻ കൃഷ്ണനോട് ചോദിച്ചു ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ. ഞാൻ ആദ്യം ഒന്ന് പഠിക്കട്ടെ. ഇതും കുറച്ച് നടക്കാനുണ്ട്. അത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലം. ഓ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലം. ഓക്കെ, ഇതും കുറച്ച് നടക്കാനുണ്ട്. കുറച്ചല്ല, ഒരുപാടുണ്ട്. നടന്ന് മടുത്തു. ഇപ്പോൾ കുറേ ദിവസം തന്നെ ട്രക്കിങ് ആയതുകൊണ്ട് മടുത്തു. ഇവിടെ ഒരുപാട് വാട്ടർഫാളുണ്ട്. വാട്ടർഫാളിലെല്ലാം അത്യാവശ്യം നടക്കാനുണ്ട്. നോക്കാം. ഇതൊരു ചെറിയ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അല്ല, അത് സിപ്പ് ലൈൻ ആണ് തോന്നുന്നു കേട്ടോ. ഓക്കെ, സിപ്പ് ലൈൻ ആണ്, സിപ്പ് ലൈൻ. ഇവിടെ നിന്നാ. ഓക്കെ, ഇതാണ് വെള്ളച്ചാട്ടം. ഓക്കെ, പക്ഷെ ഇതിന്റെ വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുള്ളൂ. അവിടെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇത് വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നമ്മളെ വ്യൂ പോയിന്റ് കഴിഞ്ഞ് നേരെ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണാൻ താഴെ ചെല്ലണം. അപ്പോൾ നമുക്ക് അടിയിലേക്ക് പോവാം. ഇത് കുറച്ചുണ്ട് കേട്ടോ, അത്യാവശ്യം ഇതുണ്ടോ, കുറേ നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി താഴെ ചെന്നിട്ട് ഞാൻ എൻ്റെ വ്യൂ കാണിക്കും. കാരണം ഇത് കുറേ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ താഴെയാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം താഴോട്ട് പോകാൻ. നമ്മൾ ആഷിക്ക് അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് താഴോട്ട് പോകാം കേട്ടോ. ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിലേക്കുള്ള റൂട്ട്. മേളിലാണ് കുളിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. താഴെയാണ് വ്യൂ പോയിന്റ്. നടന്ന് മടുത്തു. നടക്കാൻ തന്നെ ഒരുപാടുണ്ട്. ഇവിടെ ഉണ്ട് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുന്നോട്ട് പോകാം. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ സ്ഥലം. അയ്യോ, ഇതാണ് സ്ഥലം. നമുക്ക് താഴേന്ന് ഞാൻ വ്യൂ കാണിക്കാം. കുറച്ചുകൂടെ ഇറങ്ങി പോകാനുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടം നേരത്തെ എത്തി കേട്ടോ. എൻ്റെ മോനെ ഒന്നും പറയാനില്ല. ഓരോ വെള്ളച്ചാട്ടവും ഓരോ വെറൈറ്റിയാണ്. അതനുസരിച്ചുള്ള ഓരോ ഭംഗിയും അതിനുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. അയ്യോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എന്നാ ഭംഗി നോക്കിയേ. നമുക്ക് വെള്ളച്ചാട്ടത്തിന് അടുത്തോട്ട് പോകാം. കുറച്ചുകൂടെ ഇവിടെ ഇറങ്ങാൻ പറ്റും. താഴെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. എൻ്റെ മോനെ ഒന്നും പറയല്ല. എന്താ ഭംഗി. ഓരോ വെള്ളച്ചാട്ടം ഓരോ ലുക്കാണ്. എന്ത് പച്ച കളറല്ല, ഇത് നീലയാണ് കേട്ടോ. നല്ല കട്ട നീല കളറാണ്. ഇവിടേക്ക് അത്യാവശ്യം ഇറങ്ങാൻ പറ്റാത്ര വെള്ളമൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെയാണ് ഇച്ചിരി ആഴമുള്ളതെന്ന് തോന്നുന്നു. എന്നാ ഒരു ഭംഗിയാവും. ഓരോ സൈഡിൽ നോക്കുമ്പോഴും ഭയങ്കര ഭംഗി. ഇതിൻ്റെ അടിയിൽ ലൈഫ് ജാക്കറ്റിട്ട് അടിയിലോട്ട് കയറി പോകാൻ തോന്നുന്നു കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിന് താഴോട്ട് ഇറങ്ങാനുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ വരുമ്പോൾ ഉണ്ട്, ഇവിടെ ഒരു കാ കണ്ടിട്ട് ഞാൻ വന്നാകുന്നുണ്ടോ. എന്ത് സാധനം, അതൊരു പ്രത്യേക രീതിയിൽ പുഴുവൊക്കെ പോലെ ഉണ്ട് കേട്ടോ. വെട്ടം ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ. കണ്ടോ, എന്തോ ഒരു കായാണ്. പുഴുവൊക്കെ പോലെ ഭയങ്കര വലുപ്പത്തില്ല. എന്ത് സാധനമാണെന്ന് അറിയത്തില്ല. വെള്ളമെല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സമയമുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് ഫിഫി വാട്ടർഫാൾ കാണും. സമയമുണ്ടെങ്കിലല്ല, അതായത് അത് അടച്ചിട്ടേക്കാന്ന് കേട്ടു. അത് അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതുകൂടെ കാണും കേട്ടോ. ഇതിപ്പം മിസ്സായേനെ. ഞാൻ കണ്ടില്ല. ഇങ്ങോട്ടൊരു റൂട്ടുണ്ടായിരുന്നു. ഈ റൂട്ട് പിന്നെ അകത്തുനിന്നുള്ള. എൻ്റെ മോനെ ഇതിപ്പോ മിസ്സായാലേ. ഈ ഒരു വ്യൂ ഞാൻ ശരിക്കും കണ്ടില്ല കേട്ടോ. ഇങ്ങോട്ടൊരു വഴി ഉണ്ടായിരുന്നു. അടിപൊളി. എൻ്റെ മോനെ
വാവ്, ഒന്നും പറയില്ല. ഇതെടുക്കാം വ്യൂ. എല്ലാവരും ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മേളിൽ നിന്നൊക്കെ ഇടയ്ക്ക് വെള്ളം വരുന്നുണ്ടോ? അതിന്റെ ഇടയ്ക്കുന്നൊക്കെ ഒരു ഗുഹ സെറ്റപ്പാണോ. മഴ പെയ്താൽ നനയത്തില്ല ഇതിനടി കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ വെള്ളം വീഴുന്നുണ്ടോ? ഒരു രക്ഷയില്ല. അതൊരു ആംബിയൻസ് കേട്ടോ. എന്റെ മോനെ, ഇത് വിട്ടക്കാൻ വ്യൂ ആണ്. ഓക്കെ, നമുക്കെന്നാ തിരിച്ചു കയറാം. നമ്മുടെ ഓക്കെ, നമുക്ക് തിരിച്ച് കയറിയേക്കാം. കാരണം നമുക്ക് ഫിസി വാട്ടർഫാൾ പോകാൻ പറ്റത്തില്ല, അവിടെ അടച്ചിട്ടേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോസ് ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാം. വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വെള്ളച്ചാട്ടത്തിന് ടോപ്പ് വ്യൂ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരാൻ നമ്മൾ വിട്ടുപോയി. ഇവിടെയും കൂടെ ഒന്ന് മേളിൽ നിന്നുള്ള വ്യൂ കൂടെ ഒന്ന് എടുക്കാം കേട്ടോ. ഇത് ഇവിടെയാണ് കേട്ടോ ബോട്ടിങ്ങും നമ്മുടെ ജാക്കറ്റ് ഇട്ട് സ്വിമ്മിങ് ചെയ്യാനുള്ള പരിപാടികൾ കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് വ്യൂ. എൻ്റെ മോനെ, ഓരോ പ്രാവശ്യം കയറുമ്പോഴും ഓരോ വ്യൂ കിട്ടുകയാണ്. അത് മുമ്പേ ഒന്നും ഈ വ്യൂ ഞാൻ കാണാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തിരിച്ചു പോയേനെ. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഭംഗി. ഇവിടെ നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ. നന്നായിട്ട് കുളിക്കാനും എല്ലാം പറ്റിയൊരു ആംബിയൻസ് ആണ് ഇവിടെ. നമുക്ക് അടുത്തേക്ക് പോവാം. ഓ, ക്ലിയർ, എടാ ക്ലിയർ വാട്ടറാണ്. ഇവിടെ വരെ ക്ലിയർ വാട്ടർ കേട്ടോ. എന്താ കിടന്ന് പാടുന്നേ? ആ ആണ്ടതേ നമ്മുടെ ഗൈഡുമാരുണ്ട് ഇവിടെ. അടിപൊളി കിടു, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ. അതായത് ഇവിടെ ക്ലിയർ വാട്ടർ കേട്ടോ. ഇവിടെ നന്നായിട്ട് അടിഭാഗം കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മള് നീ ബൈക്ക് കയറിക്കുക, ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. അങ്ങനെ നിശാമു ഞങ്ങളുടെ ക്ലിയർ വാട്ടറിൽ ഒന്ന് ബോട്ടിങ് ചെയ്യാൻ പോവാ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലേ മുന്നോട്ട്. ഓക്കെ, എടുക്ക വെള്ളം കൊണ്ടാ നീ. എന്റെ മോനെ, ഒരു രക്ഷയില്ല. എടുക്കാം അവിടെ നേരെ. നീ അങ്ങടിയില്ല, അപ്പൊ ഡോക്ടർ എടുക്കും. ഡോക്ടർ ഫോട്ടോ ഒരു വീഡിയോ. എടാ വെള്ളം നോക്കി അങ്ങടിപ്പിക്കട്ടെ, ഇങ്ങോട്ട് മാറ്റിക്കടാ. വെള്ളമൊക്കെ സെറ്റ് വാട്ടർ. ഓ, ഇത് വന്നില്ലേ മിസ്സായനല്ലേ. എടാ ഇത് നോക്ക്, എന്റെ പൊന്നടാ, പക്കയായിട്ട് കിട്ടും. സൈഡ് പറ്റും. ഓക്കെ, ഒരു പാറ. ഹായ് ഗൈസ്, നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങള് മേഘാലയ ലാസ്റ്റ് ഡേ ആണ്. ഇന്നത്തോടെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് ഇന്ന് വൈകിട്ട്. അപ്പം എൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.